നിയോഗത്താലി. മാധവേട്ട, എന്തൊക്കെ പറഞ്ഞാലും അവൻ നമ്മുടെ മോനല്ലേ? അവൻ്റെ ജീവിതത്തിൽ അവൻ സന്തോഷമായിരിക്കാൻ വേണ്ടിയല്ലേ നമ്മളിങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്? ഇതിപ്പോൾ നമ്മൾ നല്ലതെന്ന് കരുതി ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും അവന് തീരാ ദുഃഖമാണ് സമ്മാനിക്കുന്നതെങ്കിൽ നമ്മളിനി പിന്നെ എന്ത് ചെയ്യും? ഇന്ദിര ആശങ്കയോടെ മാധവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താണ് ഇന്ദിര താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടാൾക്കും അറിയാവുന്നതല്ലേ? ഇതെല്ലാം പതിയെ അഥർവ്വം മനസ്സിലാക്കി വരും. പക്ഷേ അതിന് അവന് സമയം കൊടുക്കണം നമ്മൾ. ഇന്ന് കുറച്ച് മുൻപേ അല്ലേ അവരുടെ വിവാഹം കഴിഞ്ഞത്? ഇന്ന് ഒരു രാത്രി കൊണ്ട് അഥർവ് ശ്രീനന്ദയെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അങ്ങനെ വല്ല ചിന്തയുമുണ്ടെങ്കിൽ ഒരിക്കലും അത് നടക്കത്തില്ലടോ. അവർക്ക് നമ്മൾ ആവശ്യമുള്ളത്ര സമയം കൊടുക്കണം. അവർക്ക് പരസ്പരം ഒന്നിച്ച് സംസാരിക്കാനും കാണാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അവർ പതിയെ തമ്മിൽ അടുത്തോളും. വെറും 1 മാസം സമയം നമുക്കവർക്ക് ഇരുവർക്കും കൊടുക്കാം. എന്നിട്ട് എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ ഇടപെട്ടാൽ പോരെ? താൻ എന്തു പറയുന്നു? അതൊക്കെ ഓക്കെയാണ് മാധവേട്ട. പക്ഷേ ജസ്റ്റ് അവനോട് ക്യാഷ്വലായിട്ടെങ്കിലും ഒന്ന് പോയി സംസാരിക്കുക. അവന് നമ്മളോട് പിണക്കമില്ലെന്നും നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. മാധവൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഇന്ദിര എന്ന അമ്മയ്ക്കുള്ളിലെ ആദി. അതുകൊണ്ടായിരുന്നു അവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. താൻ വിഷമിക്കണ്ട, ഞാൻ ഇപ്പം തന്നെ പോയി അവനോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് വരാം. താൻ വരുന്നോ എൻ്റെ ഒപ്പം? അയാൾ ഇന്ദിരയോടായി ചോദിച്ചു. വേണ്ട മാധവേട്ട, മാധവേട്ടൻ പോയിട്ട് വന്നാൽ മതി. ഞാൻ ആ കുട്ടിക്കൊപ്പം ഇവിടെ ഗാർഡനിൽ കുറച്ച് നേരം കൂടി നിൽക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് ഇന്ദിര ശ്രീക്കരിയിലേക്ക് നടന്നപ്പോൾ മാധവൻ അഥർവിൻ്റെ റൂം ലക്ഷ്യമാക്കി വീടിനകത്തേക്ക് കയറിപ്പോയി. അതേസമയം തൻ്റെ തോളിൽ കിടന്നുറങ്ങുന്ന ആര്യനെ ബെഡിലേക്ക് കിടത്തി റൂമിലെ AC അഡ്ജസ്റ്റ് ചെയ്ത് അടഞ്ഞു കിടക്കുന്ന ജനലോരം വഴി പുറത്തെ കാഴ്ചകൾ നോക്കി നിൽക്കുകയാണ് അഥർവ്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു തരം ആകുലതയായിരുന്നു അവൻ്റെ ഉള്ളിൽ. അപ്പോഴാണ് റൂമിൻ്റെ ഡോറിൽ ആരോ നോക്ക് ചെയ്യുന്നത് അയാൾ കേട്ടത്. അവൻ ഉറപ്പുണ്ടായിരുന്നു അത് മാധവനായിരിക്കുമെന്ന്. കാരണം അവൻ്റെ റൂമിൻ്റെ ജനലഴികളിൽ കൂടി പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയും ഗാർഡൻ തന്നെയാണ്. അവസാനമായി ഗാർഡനിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ശ്രീനന്ദയ്ക്കൊപ്പം ഇന്ദിര നിൽക്കുന്നതാണ്. ആ ഒരു ഉറപ്പോടു കൂടിയാണ് അവൻ പോയി വാതിൽ തുറന്നത്. കൺമുമ്പിൽ മാധവനെ കണ്ടപ്പോൾ അഥർവിന് പ്രത്യേകിച്ച് ഞെട്ടലോ വെപ്രാളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അഥർ, എനിക്ക് നിന്നോട് കുറിച്ച് സംസാരിക്കാനുണ്ട്, മാധവ് മുഖവുരി ഒന്നുമില്ലാണ്ട് പറഞ്ഞു. അച്ഛനിരിക്കൂ. റൂമിലെ സോഫയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അഥർവ് പറഞ്ഞത്. മാധവൻ അവിടേക്ക് ഇരുന്നു. മാധവൻ അരികിൽ അഥർവ് ഇരുന്നു. എന്താണ് അച്ഛന് പറയാനുള്ളത്? ആ കുട്ടിയെപ്പറ്റിയാണോ? അതെ, അവളെക്കുറിച്ചാണ് മോനെ. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് വീണ്ടും ആ കുട്ടിയുടെ കാര്യവും പറഞ്ഞ് ഈ റൂമിലേക്ക് വരാൻ അച്ഛൻ എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എൻ്റെ ലൈഫിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ട്രാജഡികളൊക്കെ അച്ഛന് ഓർമ്മയുള്ളതല്ലേ? നോക്കു മോനെ, ജ്യോതി അങ്ങനെ ഒരു പെണ്ണായിരുന്നു. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല. പക്ഷെ അതുപോലല്ല ശ്രീനന്ദ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇവളും അങ്ങനെ ഒരു പെണ്ണായിട്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തതാണെങ്കിലോ? അഥർവിൻ്റെ ചോദ്യത്തിന് മുൻപിൽ മാധവൻ പതറിപ്പോയി. കാരണം ഒരിക്കലും ഒരു പെണ്ണിനെ പറ്റിക്കപ്പെട്ടവനാണ്. പിന്നീട് മറ്റൊരു പെണ്ണിനെ അവൻ വിശ്വസിക്കണമെങ്കിൽ അതിത്തിരി പ്രയാസമാണ്. അയാൾക്കും അറിയാൻ കാര്യങ്ങൾ. അഥർവ് അങ്ങനെ ഒരു പെണ്ണുങ്ങളെയും നീ ജ്യോതിയായിട്ട് കാണരുത്. അപ്പം നിൻ്റെ അമ്മയോ എത്ര സന്തോഷമായിട്ടാണ് അവൻ നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിൻ്റെ അമ്മയെപ്പറ്റി എന്തെങ്കിലും മോശം പറയാനുണ്ടോ? ഈ ലോകത്ത് പലതരം പെണ്ണുങ്ങളുണ്ട്. ജീവിക്കാൻ വേണ്ടി അടുക്കളപ്പണി ചെയ്യുന്ന പെണ്ണുങ്ങളിൽ നിന്ന് സമൂഹത്തിൽ ഉന്നത പദവികൾ വഹിക്കുന്നവർ വരെ. എല്ലാവരെയും ഒരേ കണ്ണി കാണരുത്. അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അച്ഛനും അമ്മയ്ക്കും എങ്ങനെ മനസ്സ് വന്നു? ഇതിന് എന്ത് എക്സ്പ്ലനേഷനാണ് അച്ഛന് തരാനുള്ളത്? മോനെ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ആ കുട്ടിയുടെ കാര്യങ്ങൾ. മാധവൻ അത്രയും പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ആരുമോൻ ഉണർന്നു. ഉറക്കം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു. അങ്ങനെ ഉണർന്നതുകൊണ്ട് അവനും വല്ലാത്ത ദേഷ്യവും വാശിയും. ബെഡിൽ കിടന്ന് ചിണുങ്ങി കരയാൻ തുടങ്ങിയവൻ്റെ അരികിലേക്ക്
പെട്ടെന്ന് അഥർവ് ചെന്നിരുന്നപ്പോൾ മാധവൻ അഥർവിനോട് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് റൂം ചാരി പുറത്തേക്ക് ഇറങ്ങി. അതേസമയം ശ്രീനന്ദ ഗാർഡനിലെ ഓരോ പൂക്കളിലും തൊട്ടും തലോടിയും പൂമണം ആസ്വദിച്ച് നിൽക്കുകയാണ്. അവൾക്കടുത്തേക്കാണ് ഇന്ദിര ചെന്നത്. ഇഷ്ടമായോ മോൾക്ക് ഗാർഡനൊക്കെ? നല്ല ഇഷ്ടമായി. ഒരുപാട് പൂക്കളുണ്ടല്ലോ. ഒന്ന് മൂളിക്കൊണ്ട് അവൾ പറഞ്ഞു. എങ്കിൽ നമുക്ക് അകത്തേക്ക് പോയാലോ? മോൾക്ക് നല്ല ക്ഷീണം കാണില്ലേ? കുറച്ച് സമയം റെസ്റ്റ് എടുക്കണ്ടേ? ഇന്ദിര അവളെ നോക്കി ചോദിച്ചു. മോളുടെ സ്വന്തം അമ്മയായിട്ട് എന്നെ കണ്ടാൽ മതി. അഥർവ് മോളും എനിക്കൊരുപോലെയാണ്. ഇന്ദിര അവളെ ചേർത്ത് പുലുകി. അമ്മ. ഇന്ദിര പറഞ്ഞതും അവൾക്ക് കണ്ണ് നിറഞ്ഞു. ശ്രീനന്ദയുടെ ചുണ്ടുകൾ ശബ്ദമില്ലാതെ മന്ത്രിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇന്ദിര അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ആരവിനെ ഉറുക്കി ജനലികൾ വന്നു നിന്ന അഥർവ് കൃത്യമായി കാണുന്നത് ആ കാഴ്ചയായിരുന്നു. ഒരു വേള അവൻ്റെ കണ്ണുകൾ കോർത്തു. അവൻ്റെ നോട്ടം അവരിൽ മാത്രമായി ചുരുങ്ങി. പിന്നെ ഇന്ദിരയുടെ കണ്ണുകൾ തന്നിലേക്ക് നീളുന്നുവെന്ന് കണ്ടതും അവൻ ബാൽക്കണിയിലേക്കുള്ള വാതിലടിച്ച് റൂമിൻ്റെ അകത്തേക്ക് കയറി. ഇന്ദിരയും ശ്രീനന്ദിയും അകത്തേക്ക് കയറുമ്പോൾ തന്നെ എവിടേക്കോ പോകാൻ റെഡിയായി മാധവൻ ഇറങ്ങുന്നുണ്ട്. മാധവേട്ടനിതെങ്ങോട്ടാ ഇത്ര പെട്ടെന്ന് പോകുന്നേ? എടോ ഒന്നും പറയണ്ട, നമ്മുടെ റെസിഡൻസിൻ്റെ ഒരു മീറ്റിംഗ് മേനും വിളിച്ചു. ഷോ ഇപ്പോഴോ? ആ, അവരിപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച മീറ്റിംഗ്. പോയില്ലെങ്കിൽ പിന്നെ അത് മതി, അത് വലിയ തലവേദനയാകും. ഞാനിന്ന് പോയി മുഖം കാണിച്ചിട്ട് വരാം. മിക്കവാറും വരാനിരിക്കുന്ന ഓണപരിപാടിയുടെ എന്തെങ്കിലും ഡിസ്കഷൻ ആയിരിക്കും. ശ്രീനന്ദയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മാധവൻ പുറത്തേക്ക് ഇറങ്ങി. അവരകത്തേക്ക് കയറുമ്പോൾ ഭവാനിയമ്മ ഡൈനിങ് ടേബിളിൽ അവർക്കുള്ള ചായയും പലഹാരങ്ങളും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാത്തതുകൊണ്ട് തന്നെ ശ്രീനന്ദയ്ക്ക് നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു. അവരിരുവരും ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു. പലഹാരം അടങ്ങിയ പ്ലേറ്റ് ശ്രീനന്ദയ്ക്കരികിലേക്ക് നീക്കി വെച്ചു. ഞാൻ ഈ എണ്ണ ചേർന്ന ഭക്ഷണമൊന്നും കഴിക്കില്ല. കൈയുടെ പെരുപ്പിന് ചികിത്സ ചെയ്യുന്നതുകൊണ്ടാണ്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ എണ്ണ ചേർന്ന ആഹാരമൊക്കെ ഒഴിവാക്കണമെന്ന്. അതുകൊണ്ട് മോള് കഴിക്ക്. ശ്രീനന്ദ അതിൽ നിന്ന് ഒരു പഴംപൊരി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അഥർവ് താഴേക്കുള്ള പടികളിറങ്ങി വന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ നോട്ടം നീണ്ടത് ഡൈനിങ് ഹാളിലേക്കാണ്. അഥർവ് അവർക്കരികിലേക്ക് നടന്നു വന്നു. പെട്ടെന്ന് അഥർവിനെ അത്രയും അടുത്ത് കണ്ടതും ശ്രീനന്ദ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. അഥർവിനെ കാണുമ്പോഴൊക്കെ അവളുടെ വെപ്രാളവും ടെൻഷനും കാണിക്കുക ഇന്ദിരയ്ക്ക് ചെറുതായി ചിരി വരുന്നുണ്ടായിരുന്നു. അതേ ചിരിയോടുകൂടി തന്നെയാണ് അവർ അഥർവിന് നേരെ നോക്കിയത്. എന്നാൽ അവൻ്റെ മുഖത്തെ ദേഷ്യഭാവം കണ്ടതോടെ ഇന്ദിരയുടെ മുഖത്തെ ചിരി പതിയെ മങ്ങി. നീ എവിടേക്ക് അഥർവ് പോകുന്നത്? എനിക്ക് ശബരി ഒന്ന് കാണണം. അഥർവിൻ്റെ ഉറ്റ ഫ്രണ്ടാണ് ശബരി. അവിടെ അടുത്ത് തന്നെയുള്ള ബാങ്കിലെ മാനേജറായിട്ടാണ് ശബരി വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോകുന്നതാണോ? ഇന്ദിര ചോദിച്ചപ്പോൾ കാര്യം മനസ്സിലാകാതെ അഥർവ് ഇന്ദിരയെ തന്നെ നോക്കി നിന്നു. അമ്മയ്ക്ക് എവിടെയെങ്കിലും പോണോ? എനിക്കല്ല മോനെ, പിന്നാർക്കാ? അവൻ ഗൗരവത്തിൽ അവരോട് ചോദിച്ചു. ഇന്ന് ശ്രീനന്ദയുടെ വീട്ടിൽ പോയിട്ട് മോള് പഠിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കും പുസ്തകങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വരണം. മോളുടെ സെമസ്റ്റർ എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിന് ഞാനെന്ത് ചെയ്യണം? അച്ഛൻ കുറച്ചു മുമ്പ് റെസിഡൻസിൻ്റെ മീറ്റിങ്ങിന് പോയി. നിനക്കറിയാമല്ലോ, എനിക്ക് കൈ മരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ പഴയ പോലെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഇന്ദിര കുറച്ച് നാളുകളായി തുടങ്ങിയ ചികിത്സയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് തൽക്കാലം ഡ്രൈവ് ചെയ്യാൻ നിൽക്കേണ്ടെന്ന്. പിന്നെ ശ്രീനന്ദയുടെ വീട്ടിലേക്കെന്ന് പറയുമ്പോൾ കുറച്ച് ദൂരവുമുണ്ട്. നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലെങ്കിൽ ശ്രീനന്ദയും കൂട്ടി മോളുടെ വീട്ടിൽ പോയിട്ട് ആ ബുക്സൊക്കെ ഒന്ന് എടുത്തിട്ട് വരാമോ? ഇനി അച്ഛൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പോയാൽ സമയം ഒരുപാടാകും. അഥർവിന് നന്നായി ദേഷ്യം വന്നെങ്കിൽ പോലും അവൻ മിഴികളൊന്ന് ഇറുക്കിയടിച്ച് ആ ദേഷ്യം നിയന്ത്രിച്ചു. അമ്മ വരുന്നില്ലേ? ഇല്ല, എനിക്കിവിടെ കുറച്ച് ജോലികളുണ്ട്. തൽക്കാലം നിങ്ങൾ രണ്ടാളും പോയിട്ട് വാ. ആരുമോൻ എന്തായാലും ഉറക്കുമല്ലേ? അവൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം അവനോട്. അഥർവിനൊന്നും മിണ്ടാൻ കഴിയാത്ത രീതിയിൽ അവനെ പൂട്ടിക്കളഞ്ഞ് ഇന്ദിര. ഡ്രൈവറുണ്ടല്ലോ, അയാളെ കൂട്ടി അയക്കാം. വേഗം റെഡിയാവാൻ പറയും. അഥർവ് തെല്ല് ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നിനക്ക് പോയാൽ എന്താ? എന്തിനാ ഡ്രൈവർ? നീയും മോളും കൂടി പോയാൽ.
പോയി വരൂ ആദി. ഇന്ദിര പറയുന്ന കേട്ട് അഥർവ മുഖം തിരിച്ച് അമ്മയെ നോക്കി. അവൻ്റെ നോട്ടം, ആ പാവം. ഇന്ദിരയുടെ അരികിൽ നിന്ന് ശ്രീനന്ദ വിറച്ചു. ശരിക്കും അവൾക്ക് ആദിയെ പേടിയായി. നിനക്ക് പറ്റില്ലെങ്കിൽ അച്ഛൻ വന്ന ശേഷം ഈ കുട്ടിയും അച്ഛനും കൂടി പോയിക്കോളും. വെറുതെ ഡ്രൈവറുടെ കൂടെ അയക്കുന്നില്ല. ഇന്ദിര ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി. തുടരും.